വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്നതായ വചനങ്ങളായിരുന്നു മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ടത്. അങ്ങനെ ഹത്താ ഇദാ സാബൻ നാസു ഇലൽ ഇസ്ലാം, ജനങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ നസലൽ ഹലാലു വൽ ഹറാം, പിന്നെയാണ് ഹലാലുകളെ സംബന്ധിച്ച് ഹറാമുകളെ സംബന്ധിച്ച് വിധിവിലക്കുകളെ സംബന്ധിച്ചുള്ള ആയത്തുകൾ അവതരിച്ചത് എന്നാണ്. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, വലൗ നസല അവ്വല ശൈഇൻ, ആദ്യമായി ഇറങ്ങിയിരുന്ന വചനങ്ങൾ ലാ തശ്റബുൽ ഖംറ, നിങ്ങൾ മദ്യപിക്കരുത്, കള്ളു കുടിക്കരുത് എന്നായിരുന്നുവെങ്കിൽ ലഖാലു, ആ സമൂഹം ഒന്നടങ്കം പറയുമായിരുന്നു, ലാ നദഉൽ ഖംറ അബദാ, ഞങ്ങൾ ഒരിക്കലും മദ്യത്തെ ഒഴിവാക്കുമായിരുന്നില്ല. കാരണം അത്രമേൽ അഡിക്ഷൻ വന്ന ഒരു ജനപദമായിരുന്നു അവർ. എന്നിട്ട് ആയിഷ ബീവി പറയുന്നു, വലൗ നസല, ആദ്യ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ട ആയത്തുകൾ ലാ തസ്നൂ, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നായിരുന്നുവെങ്കിൽ ലഖാലു, ആ സമൂഹം ഒന്നടങ്കം പറയുമായിരുന്നു, ലാ നദഉ സിനാ അബദാ, ഞങ്ങൾ ഒരിക്കലും വ്യഭിചാരം ഒഴിവാക്കുമായിരുന്നില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, അപ്പോൾ ആദ്യം തന്നെ വന്ന് മദ്യപിക്കരുതേ, കള്ളു കുടിക്കരുതേ, വ്യഭിചരിക്കരുതേ എന്നായിരുന്നു ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നതെങ്കിൽ ആ സമൂഹം മാറുമായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് പ്രവാചകൻ അവരെ മാറ്റിയത് എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് അദൃശ്യമായ വിശ്വാസങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന അല്ലാഹുവിന്റെ സിഫാത്തുകൾ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഏതേത് തിന്മകൾ ചെയ്താലും നിങ്ങളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉറപ്പുണ്ട് എന്ന്. ആരാണോ ഈ ലോകത്ത് വെച്ച് നന്മ ചെയ്യുന്നത് അവന്റെ പരലോകത്ത് സ്വർഗമുണ്ടെന്നും, ആരാണോ ഈ ലോകത്ത് വെച്ച് തിന്മ ചെയ്യുന്നത് അവർക്ക് നരകമുണ്ട് എന്ന് തുടങ്ങുന്ന വിശ്വാസപരമായ ആയത്തുകളാണ് ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ടാണല്ലോ ഒരു സഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാ, അയ്യുൽ അമലി അഫ്ദലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് എന്താണെന്നോ, ഈമാനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെ കുറിച്ചുള്ള ഈമാൻ എന്ന. അപ്പൊ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ചാണ്. വിശ്വാസപരമായ കാര്യങ്ങളെ ആദ്യം പഠിക്കേണ്ടത്. അത് ശരിയായില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാകൂലല്ലോ. ഒരാളുടെ തൗഹീദ് ക്ലിയർ അല്ലെങ്കിൽ, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കൃത്യമായി പഠിച്ചില്ല എങ്കിൽ പിന്നെ അവൻ കുറെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ കുറെ നോമ്പെടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അവന്റെ സമയവും ഊർജവും ആരോഗ്യവും മുടക്കി അവൻ ഹജ്ജ് ചെയ്തത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അവൻ ഏറ്റവും ആദ്യം ശരിയാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവന്റെ വിശ്വാസമാണ്. സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ അല്ലാഹുവിനെ കുറിച്ച് എങ്ങനെയാ വിശ്വസിച്ചു പോകുന്നത്? ഞാൻ ഇത്ര കാലം വിശ്വസിച്ചു പോകുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കാനാ. നോക്കൂ നിങ്ങൾ, ആദ്യം വിശുദ്ധ ഖുർആൻ കൃത്യമായ ഒരു ഉപമയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കസജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ് സമാ തുഅതി കുലഹാ കുല്ല ഹീൻ ബിഇذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة. وقلنا الله سبحانه وتعالى ഒരു ഉദാഹരണം വിവരിച്ചു തരാൻ പോവുകയാണ്. ഏത് കാര്യത്തെയാ ഉദാഹരിക്കുന്നത് എന്നറിയുമോ? അത് കലിമതൻ ത്വയ്യിബ, ഒരു നല്ല വാചകത്തെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. നല്ല വാചകം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു
അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നതാണല്ലോ ഏറ്റവും നല്ല വാചകം. അത് ഏതുപോലെയാണെന്ന് അറിയുമോ? അതേ കസജറത്തിൻ ത്വയ്യിബ, ഒരു നല്ല മരത്തെ പോലെയാ. നല്ല മരത്തിന്റെ ഏറ്റവും നല്ല രണ്ട് ക്വാളിറ്റി എന്താ? അതിന്റെ വേരതാ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതാ. ഇതിന്റെ വേര് നല്ല ഉറപ്പുള്ളതാ. സ്വാഭാവികമാണ്, വേര് ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങിയതാണെങ്കിൽ അതിന്റെ ശിഖിരങ്ങൾ, അതിന്റെ കൊമ്പുകളാ ആകാശത്തേക്ക് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പടർന്നു നിൽക്കുന്നത് പോലെ. അപ്പൊ ഏറ്റവും നല്ല മരം അതിന്റെ അസുലുണ്ടല്ലോ വേര്, അതങ്ങ് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അതിന്റെ ശിഖിരങ്ങൾ നോക്കൂ, ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നിക്കൊണ്ട് നിൽക്കുന്നു. ഇതുപോലെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ അടിവേർ ഉറച്ചിട്ടുണ്ട്. ഏത് കാറ്റിനും അതിനെ ഉലക്കാൻ സാധ്യമല്ല. ഏത് വലിയ കാറ്റ് വന്നാലും, ഏത് വലിയ കോള് മഴ വന്നാലും ശരി, ആ മരം തകർന്നു വീഴാത്തതുപോലെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചവനാണോ, അവന്റെ അടിത്തറ ക്ലിയർ ആണോ എങ്കിൽ അവന് അടി ഉലക്കാൻ കഴിയൂല. കാരണം അവനറിയാം ഇത് എന്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചു വെച്ചതാണെന്ന്. സ്വാഭാവികമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തറ ശരിയായവൻ, അവന്റെ ജീവിതം പിന്നെ മറ്റുള്ളവർക്ക് തണലാണ്. ഏതുപോലെ മരത്തിനെ പോലെ, നല്ല വേരുറച്ച മരം ബാക്കിയുള്ളവർക്ക് തണൽ നൽകുന്നത് പോലെ അവന്റെ ജീവിതം മുഴുവൻ നോക്കൂ, നിങ്ങൾക്ക് തണലിങ്ങനെ വിരിച്ചു നൽകും. കാരണം അവൻ അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചവനാ, ദൈവത്തെ കുറിച്ച് വിശ്വാസമുള്ളവനാ. എങ്ങനെയാണ് അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത് എന്ന സഹോദരന്മാരെ നമ്മൾ അടുത്തേണ്ടതായി പഠിക്കേണ്ടത് തൊട്ടുടനെയുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആകാത്ത ആളുകളുണ്ടല്ലോ, അവർ ഏതുപോലെയാണെന്ന് അറിയുമോ? വേര് ഉറക്കാത്ത മരം പോലെയാ. കാരണം ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നെട്ടോട്ടം കൂടി ഒരു പ്രതിസന്ധിയിൽ നിന്ന് അടുത്ത പ്രതിസന്ധിയിലേക്ക്. അതേ തന്റെ കുഞ്ഞിന് അസുഖം വരുന്നു, അതല്ലെങ്കിൽ താൻ ഏറെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് പ്രതിസന്ധി വരുന്നു, ശാരീരികമായ അവശതകൾ നേരിടുന്നു, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അവനുണ്ടാകുന്നു. അവനിങ്ങനെ ചിന്തിക്കുന്നു, എന്താ എന്റെ റബ്ബെന്നെ കാണുന്നില്ലേ, അവൻ അറിയുന്നില്ലേ? ഒരാൾ വന്ന് പറഞ്ഞു, അതേ നിങ്ങളതാ ഇന്ന ജാറത്തിലേക്ക് പോയിക്കോ, ഈ ജാറത്തിലൊന്ന് പോയി നോക്കൂ, അവിടെ പോയിട്ടല്ലേ ഇന്നയാൾക്ക് ശരിയായത്. ഇന്ന ക്ഷേത്രത്തിൽ പോയെന്ന് തുലാഭാരം ചെയ്ത് നോക്കൂ, മേഖലയിലുള്ള അബൂബക്കറാജ് അവിടെ പോയിട്ടല്ലേ ശരിയായത്. അതല്ലെങ്കിൽ ഇന്ന മക്ബറയിലേക്കൊന്ന് പോയിക്കോ, അമ്പുറം തങ്ങളുടെ അടുത്തേക്ക് പോയിക്കോ, ഇന്ന ബീവിയുടെ അടുത്തേക്ക് പോയിക്കോ, അതല്ലെങ്കിൽ ഇന്ന ജാറത്തിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോ അവൻ സ്വാഭാവികമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാത്തവനാ. അവന്റെ തറ ശരിയാകാത്തത് കൊണ്ട് അവനത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവന് ഖറാറില്ലാത്തവനാ, അവന്റെ ഖറാർ ശരിയായിട്ടില്ല, അവന്റെ അസ്ലും അടിവേര് ശരിയാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ അടിത്തറയാണ് ആദ്യം ശരിയാക്കേണ്ടത്. അതേതാണ് നമ്മുടെ വിശ്വാസമാണ്. ഏതാണ് പ്രധാനപ്പെട്ടത്? അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടല്ലേ സുഫിയാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയാ. എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഖൈറക. നബിയേ, എനിക്കതാ ഒരു വാചകം പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ? നീ കുറെ നിസ്കരിച്ചോ എന്നാണോ? അല്ല അല്ല. നീ കുറെ നോമ്പെടുത്തോ എന്നാണോ? അല്ല അല്ല. മറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? നീ അങ്ങ് പ്രഖ്യാപിക്കണം, നീ അങ്ങ് പ്രഖ്യാപിക്കണം. എന്താ പ്രഖ്യാപിക്കേണ്ടത്? ഞാനിതാ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തിനനുസരിച്ച് അതാ നിന്റെ ജീവിതാവസാനം വരെ നീ അതിൽ നിന്ന് നിലനിൽക്കണം. അപ്പൊ അതാ സഹോദരന്മാരെ അടിസ്ഥാനം. അത് ശരിയായാലല്ലേ ബാക്കി എല്ലാ കർമ്മങ്ങളും ശരിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ
ഓ സത്യവിശ്വാസികളെ, ആമിനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം. അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണോ? ആദ്യം പറഞ്ഞത് അല്ലാഹുവിൽ വിശ്വസിക്കണമെന്ന അഭിസംബോധന ചെയ്യുന്നത് മുഅ്മിനീങ്ങളോടാ. അതുകൊണ്ട് ഇത് സംഘടിപ്പിച്ചവരോടും എനിക്ക് പറയാനുള്ളതാ, ഞങ്ങളൊക്കെ മുജാഹിദുകളാണെന്ന് പറഞ്ഞിരിക്കാനായിട്ടില്ല. ഏത് സമയവും നമ്മുടെ വിശ്വാസം നമ്മൾ ഇങ്ങനെ പരിശോധിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ലേ അല്ലാഹ് പറഞ്ഞത്. മുഅ്മിനീങ്ങളെ നിങ്ങൾ ഈമാനുള്ളവരാകണം, മുഅ്മിനീങ്ങളെ നിങ്ങൾ മുഅ്മിനാവണം എന്നല്ലേ വിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞതെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാന്യ സുഹൃത്ത് സയ്യിദ് ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസമാണ്. ഏത് സമയവും അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാ. അതല്ലേ രാവിലെ കിടക്കപ്പായിൽ നിന്ന് ഉണരുമ്പോ പ്രഖ്യാപിക്കുന്നതല്ല അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. അല്ലാഹുവിനെ കുറിച്ച് അവൻ ഓർക്കുകയാ, അല്ലാഹുവിനെ കുറിച്ചാണ് അവൻ പറയുന്നത്, ഓർക്കുന്നത്. അത് വിശ്വാസമല്ലേ സഹോദരന്മാരെ? അവനതാ കിടക്കുമ്പോഴും പറയുന്നതെന്താ? ബിസ്മികല്ലാഹുമ്മ അഹ്യാ വ അമൂതു. അല്ലാഹുവിന്റെ പേരാണ് അവൻ ഉച്ചരിക്കുന്നത്, അല്ലാഹുവിനെ കുറിച്ചാണ് അവൻ പറയുന്നത്, അല്ലാഹുവിനെയാണ് അവൻ ഓർക്കുന്നത്. എങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രാവിലെ കിടക്കപ്പായിൽ നിന്ന് എണീക്കുമ്പോഴും രാത്രി കിടക്കയിൽ പോയി കിടക്കുമ്പോഴും അവൻ അല്ലാഹുവിനെ കുറിച്ചാ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ഒരു ദിവസം മുഴുവനും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാ. അവൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പൊ എന്താ നമുക്കൊരു സംശയം? ഈ അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ? എല്ലാവരും സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ച് അവൻ പ്രസംഗിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് വിശ്വാസം വേണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്? നമ്മൾ പഠിച്ചവരാണോ സഹോദരന്മാരെ? ഒരു 4 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉള്ളവൻ അവസാനിപ്പിക്കുകയാണ്. അതിലൊന്ന് അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ ഉജൂദിയത്തിലുള്ള വിശ്വാസമാണ്. അല്ലാഹു ഉണ്ട് എന്നതിലുള്ള വിശ്വാസമാണ് ഒന്നാമത്. നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കുമ്പോൾ ആദ്യം ഉണ്ടാകേണ്ട ചിന്ത എന്താ? ദൈവമുണ്ട്, ഞാൻ വെറുതെ ഉണ്ടായതല്ല, ഈ ലോകം വെറുതെ ഉണ്ടായതല്ല. ഇവിടെ കാണുന്ന ചരാചരങ്ങൾ സചേതനവും അചേതനവുമായ, ഗോചരവും അഗോചരവുമായ, ജീവനുള്ളതും ഇല്ലാത്തതുമായ എന്തൊക്കെ സൃഷ്ടികളുണ്ടോ അതിനെ മുഴുവൻ സൃഷ്ടിച്ചവരോ സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കല. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതാ ഒരു സൃഷ്ടാവുണ്ട്. നമ്മളൊന്നും വെറുതെ പൊട്ടി മുളച്ചു വന്നവരല്ല, മറിച്ചതാ അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കല. എന്നാൽ ചില ആളുകൾ ഇപ്പൊ പറയുന്നു അങ്ങനെ ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞ് കുറെ ആളുകൾ ഇവിടെ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവില്ല, ദൈവമില്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദികളാണത്രേ, യുക്തിവാദികളാണത്രേ. യുക്തിയില്ലാത്ത യുക്തിരഹിതവാദവുമായി കുറെ ആളുകൾ അവരിങ്ങനെ വരുന്നു. ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചു പോകട്ടെ. ഏത് വസ്തുവും ഉണ്ടായത് അതിന്റെ ഒന്നിൽ ഒരു കൃത്യതയില്ലേ? ഒരു കൃത്യമായ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനമല്ലേ ഉണ്ടായത് അല്ലേ? നോക്കൂ നിങ്ങൾ, എല്ലാത്തിന്റെ പിന്നിലും ഒരു കൃത്യതയുണ്ട്. ഇവിടെ സൂര്യൻ അസ്തമിക്കുമ്പോ, സൂര്യൻ ഉദിക്കുമ്പോ, ചന്ദ്രൻ വരുമ്പോ എല്ലാം കൃത്യമായ സമയത്ത് ഉദിക്കുന്നു, കൃത്യമായ സമയത്ത് അസ്തമിക്കുന്നു. എങ്കിൽ സഹോദരന്മാരെ, ഇതൊക്കെ വെറുതെ ഉണ്ടായതാണോ? കേവലം ഒന്ന് ചിന്തിച്ചാൽ മതിയാകുന്നതല്ലേ? ഏത് കൊച്ചുകുട്ടിക്കും ചിന്തിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുന്ന വിഷയമല്ലേ? ഒട്ടും തിരിയാത്ത ഒരു കുഞ്ഞിന്റെ പിറകിൽ പോയി ഒന്നിങ്ങനെ കൈയടിച്ചാൽ ആ കുട്ടി തിരിഞ്ഞു നോക്കും. കാരണം എന്താ? ആ കൊച്ചു കുട്ടിക്ക് പോലും അറിയാം ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടായതെങ്കിൽ അതിന്റെ പിന്നിൽ ഒരാൾ ഇങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടല്ലേ കുട്ടി പോലും തിരിഞ്ഞു നോക്കുന്നത്. ഇനി അല്ലാഹുവില്ല, ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾ, അവർ രാത്രി കൂരാക്കൂരിട്ടിൽ വിശാലമായ ഒരു പാടത്തുകൂടി വരമ്പത്തുകൂടി അവൻ നടന്നു പോകുമ്പോ അവന്റെ പിന്നിൽ പോയെന്ന് കൈവോട്ടനെ അവനും തിരിഞ്ഞു നോക്കും, അവനും തിരിഞ്ഞു നോക്കൂലേ? കാരണം ആ നിരീശ്വരവാദിക്കും അറിയാം ഇതൊന്നും വെറുതെ ഉണ്ടാകില്ല, ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടാണ്, ഒരാൾ കൈയടിച്ചത് കൊണ്ടാ ഇങ്ങനെ അവന് ശബ്ദം ഉണ്ടായത് എന്ന് ആ നിരീശ്വരവാദിക്ക് പോലും അറിയാം. എന്ന് പറഞ്ഞാൽ അവൻ നാവ് കൊണ്ട് അല്ലാഹുവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ പ്രകൃതം പോലും, അവന്റെ പ്രകൃതിയാലുള്ള അറിവ് പോലും പറയുന്നു ഇത് വെറുതെ ഉണ്ടാവൂല. എങ്കിൽ സഹോദരന്മാരെ, ഒരു ശബ്ദം പോലും വെറുതെ ഉണ്ടാകില്ലെങ്കിൽ
ഇത്രയും കൃത്യമായി 570 മെഗാപിക്സലുള്ള നിന്റെ കണ്ണ് തന്നതിന്റെ പിന്നിൽ ദൈവമില്ലേ? ഇത്രയും കൃത്യമായി നീ ഓരോ കാര്യങ്ങളും കേൾക്കുന്നുവെങ്കിൽ ഈ മൈക്ക് ഉണ്ടാക്കിയതിന് മുന്നിൽ ഒരു കരമില്ലേ? ഈ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ഒരു കരമില്ലേ? എല്ലാത്തിന്റെ പിന്നിലും അങ്ങനെ കൃത്യമായ ഒരു വെട്ടിപ്പുണ്ടെങ്കിൽ മനുഷ്യ നിന്റെ ഈ ശരീരത്തിലേക്ക് നീ ഒന്ന് നോക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിന്റെ ശരീരത്തിലേക്ക് നീ ഒന്ന് നോക്കൂ, എത്ര കൃത്യമായ സൃഷ്ടിപ്പാണ്. ഓരോ നിന്റെ ആന്തരികമായ അവയവങ്ങളെ കുറിച്ച് നീ ഒന്ന് പഠിച്ചു നോക്കൂ, എത്ര കൃത്യമായ സൃഷ്ടിപ്പാണ്. വിശുദ്ധ ഖുർആൻ അതേ സൂര്യനെ കുറിച്ച് ചന്ദ്രനെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചല്ലോ. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ അതിന്റെ സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രതാപിയും സർവജ്ഞാനിയുമായ അല്ലാഹു കണക്കാക്കിയതിനനുസരിച്ച്, കൃത്യമായ ഒരു കണക്കിനനുസരിച്ച്, കൃത്യമായ ഒരു സമയത്ത്, ഒരു മിനിറ്റ് പോലും ഒരു മിനി സെക്കൻഡ് പോലും തെറ്റാതെ ഓരോ ദിവസവും അതാ സൂര്യൻ അതിന്റെ സ്ഥാനത്ത് വന്ന് ഉദിക്കുന്നു. ഓരോ സമയവും കൃത്യമായി തെറ്റാതെ ആ സൂര്യൻ അതാ അസ്തമിച്ചു പോകുന്നുവെങ്കിൽ അതൊക്കെ അല്ലാഹുവിന്റെ കണക്കാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാ. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ അഅദ കൽ ഉർജൂമിൽ ഖദീം. അല്ലാഹു പറയുകയാണ്, ചന്ദ്രൻ അതാ പല നിലക്കുള്ള ഘട്ടങ്ങൾ നാം നിശ്ചയിച്ചിരിക്കുകയാണ്. അങ്ങനെ അത് പഴയ ഈന്തക്കുലയുടെ വളഞ്ഞ തണ്ട് പോലായി തീർന്നു എന്ന് അല്ലാഹു ഉപമ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ വെറുതെ ഉണ്ടായതല്ല, അല്ലാഹു കൊടുത്ത നാവുകൊണ്ട്. അല്ലയില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളെ ചിന്തിക്കണോ? ഈ സൂര്യൻ വെറുതെ ഉണ്ടായതാണെന്നോ നിങ്ങൾ പറയുന്നത്? ഈ ചന്ദ്രനൊക്കെ വെറുതെ ഉണ്ടായതെന്നാണോ? അതൊക്കെ വെറുതെ അങ്ങ് ഉദിക്കുന്നതെന്നാണെന്നോ? അത് വെറുതെ അങ്ങ് അസ്തമിച്ചു പോകുമെന്നാണോ? അല്ല അല്ല അല്ല, അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു നടത്തിപ്പുകാരനുണ്ട്. അവനാണ് ഭർത്താവ്. അള്ളാഹിനെ കുറിച്ച് പഠിക്കുമ്പോ, അള്ളാഹിന്റെ വിശ്വാസത്തെ കുറിച്ച് പഠിക്കുമ്പോ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ പിന്നിലെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഭർത്താവുണ്ട്. ആര് നിഷേധിച്ചാലും അതങ്ങനെ തന്നെയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. സൂര്യനെ ചന്ദ്രനെ പ്രാപിക്കാൻ ഒക്കുകയില്ല. ഒരിക്കലും രാത്രി പകലിനെ മുൻകടക്കൂല. ഒരിക്കലും അത് രണ്ടും കൂടി ചേരൂല. രാത്രി കഴിഞ്ഞാലേ പകല് വരുന്നുള്ളൂ, പകല് കഴിഞ്ഞാലേ രാത്രി വരുന്നുള്ളൂ. ഏതെങ്കിലും ഒരു സമയത്ത് പകലും രാത്രിയും ഒന്നിച്ചു വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കൃത്യത ഉണ്ടാക്കിയതിന് പിന്നിൽ ഒരു ശ്രദ്ധാവുണ്ട്. ഇതല്ലേ വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രാർത്ഥനകളിൽ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അൻതൽ ഹഖ്. അല്ലാഹ് നീ സത്യമാണ്, നീ ഉണ്ട് എന്നത് സത്യമാണ്, ഈ ലോകം സൃഷ്ടിച്ചതിന്റെ പിന്നിൽ നീ എന്നത് സത്യമാണ്. നോക്കൂ, നിങ്ങൾ ഏത് നിരീശ്വരവാദി ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് ബുദ്ധി കൊടുത്താൽ സിമ്പിളായി വളരെ എളുപ്പമായി മനസ്സിലാകുന്ന കാര്യമല്ല. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയട്ടെ. രണ്ടാളുകൾ അവർ ജോലിക്ക് അപേക്ഷിക്കാൻ നോക്കുക. രണ്ടാളുകൾ അവരെ പഠിച്ച ഒരു ജോബിന് ഇന്റർവ്യൂവിന് വേണ്ടി പോവാം. അതിൽ ഒരാൾ നല്ല നിലക്ക് രാത്രി ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് അയാൾ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി കിട്ടിയ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് അയാൾ ഒരു ജോബിന് ഇന്റർവ്യൂവിന് പോകുന്നത് എന്ന് മനസ്സിലായി. രണ്ടാമത്തെ ആളാകട്ടെ പഠിച്ചിട്ടില്ല, കഷ്ടപ്പെട്ടിട്ടില്ല, പ്രയാസപ്പെട്ടിട്ടില്ല, ഒരു നിലക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ കുറച്ച് പൈസ കൊടുത്ത് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ആ ജോബിന്റെ ഇന്റർവ്യൂവിന് പോവാൻ നോക്കുക. ഒരു നിരീശ്വരവാദിയെ വിളിച്ചിട്ട് ചോദിക്കാം, ഇതിൽ ആര് ചെയ്തതാണ് ശരി? എല്ലാ നിരീശ്വരവാദിയും നിസ്സംശയം പറയും ഒന്നാമത്തവനാണ്, കാരണം അവൻ പഠിച്ചവനാണ്. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു നിരീശ്വരവാദിക്ക് പോലും മനുഷ്യന്റെ പ്രകൃതത്തിലുള്ള നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയുന്നതെങ്കിൽ, സഹോദരന്മാരെ, മനുഷ്യന്റെ പ്രകൃതം പോലും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്കിൽ, ഇവർ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത് എന്നതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിലുള്ള വിശ്വാസം പഠിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഇവിടെ നമ്മളൊന്നും വെറുതെ ഉണ്ടായതല്ല, ഈ ലോകം വെറുതെ
വെറുതെ ഉണ്ടായതല്ല. അതിന്റെ പിന്നിലെല്ലാം കൃത്യതയോടുകൂടി സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. അവന്റെ വജൂദിയത്തിലുള്ള അല്ലാഹു ഉണ്ട് എന്ന വിശ്വാസമാണ്. രണ്ടാമത്തതോ അല്ലാഹുവാണ് എന്റെ റബ്ബ്, അല്ലാഹുവാണ് എന്റെ ഖാലിഖ്, അല്ലാഹുവാണ് എന്റെ മുദബ്ബിർ, അല്ലാഹുവാണ് എന്റെ റാസിഖ് എന്ന് പറയുന്ന തൗഹീദുർ റുബൂബിയ്യയിലുള്ള വിശ്വാസമാണ്. അഥവാ എന്നെ സൃഷ്ടിച്ച ഖാലിഖ്, എനിക്ക് അന്നം തരുന്ന റാസിഖ്, എന്നെ നിയന്ത്രിക്കുന്ന മുദബ്ബിർ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് വിശ്വസിക്കല. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 400 വർഷങ്ങളായി അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേലി സന്തതികളെ പീഡിപ്പിച്ചുകൊണ്ട് അവിടെ ഭരണം നടത്തിയ, ഈജിപ്തിൽ ഭരണം നടത്തിയ ഫറോവയില്ലേ, അവിടെ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ധൈര്യസമേതം കയറി ചെന്നുകൊണ്ട് അവിടുന്ന് അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോ അവിടെയുള്ള ഇസ്രായേലി സന്തതികളുടെ വിമോചനത്തിന്റെ നായകനായി വർത്തിച്ചപ്പോ അവിടെ ഫറോവയുടെ കൊട്ടാരത്തിൽ ധൈര്യസമേതം മനസാന്നിധ്യത്തോടു കൂടി കയറി നിന്നുകൊണ്ട് പറഞ്ഞ ഒരു വാചകമില്ലേ, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. ഇന്നമാ ഇലാഹുക്കും അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ വേറെ ഒരു ആരാധ്യനുമില്ല എന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തപ്പോ അവിടുന്ന് ഫിർഔൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എങ്കിൽ മൂസ ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ, ഓ മൂസ, നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബാരാ, നിന്റെ സഹോദരൻ ഹാറൂന്റെയും നിന്റെയും റബ്ബാരാ എന്ന് ചോദിച്ചപ്പോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ മറുപടിയാണ് തൗഹീദുർ റുബൂബിയ്യ. അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഏതൊക്കെ സൃഷ്ടികളുണ്ടോ അതിനെല്ലാം കൃത്യമായ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ട് അതിന്റെ കൃത്യമായ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാ. നോക്ക് നിങ്ങൾ, ഒരു മനുഷ്യ കുഞ്ഞിങ്ങനെ ഈ ലോകത്തോട്ട് പിറന്നു വീഴുമ്പോ ആ കുട്ടിക്ക് തന്റെ മാതാവിന്റെ മാറിടത്തിൽ തനിക്ക് ആവശ്യമായ പോഷണമുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്തതാരാ? അവനാ ഞങ്ങളുടെ റബ്ബ്. ഒരു താറാവിന്റെ കുട്ടിയതാ എത്ര ചെറുപ്പമായി കൊള്ളട്ടെ, വെള്ളത്തിലേക്ക് എടുത്തിട്ടാൽ അതിങ്ങനെ നീന്തുന്നത് കാണാം. അതിന് നീന്തൽ പഠിപ്പിച്ചു കൊടുത്തവനാരോ അവനാണ് ഞങ്ങളുടെ റബ്ബ്. ഒരു സാൽമൺ മത്സ്യത്തിന് ഒരു കടലിടുക്കിൽ നിന്ന് മറ്റൊരു കടലിടുക്കിലേക്ക് സഞ്ചരിക്കാൻ അത് പറഞ്ഞു കൊടുത്തവനാരാ? അവനാണ് ഞങ്ങളുടെ റബ്ബ്. ഒരു ആട്ടിൻകുട്ടി അവിടെ പ്രസവിച്ചിടുമ്പോ തന്റെ തള്ളാടിന്റെ അകിടിൽ തനിക്ക് പാലുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്തവനാരാ? അവനാണ് ഞങ്ങളുടെ റബ്ബ്. ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു തുമ്മ ഹദാ. ഈ ലോകത്ത് എന്തൊക്കെ സൃഷ്ടികളുണ്ടോ അത് ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, ഈ മൈക്കിന് ഇങ്ങനെ സൃഷ്ടിപ്പ് നൽകിയതാരാ? അല്ലാഹുവാണ്. ഈ ഫോൺ സൃഷ്ടിച്ചതാരാ? അതിന് വഴി കാണിച്ചു കൊടുക്കുന്നതാരാ? ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എന്തൊക്കെ വസ്തുക്കൾ ഈ ലോകത്തുണ്ടോ അതിനെല്ലാം കൃത്യമായി വഴി കാണിച്ചു കൊടുത്തവൻ അവനാ ഞങ്ങളുടെ റബ്ബ്. അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാത്തിന്റെയും ഖാലിഖ് സൃഷ്ടാവ് അത് അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കലാണ്. ഒന്നാമിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. സൂറത്തുൽ ഹൂദിൽ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാ, ഇവിടെയുള്ള എല്ലാ ജന്തുജാലങ്ങൾക്കും ഇവിടെയുള്ള എല്ലാ പക്ഷികൾക്കും അതിന്റെ അന്നം കൊടുക്കുന്നത് നാമാണ്. അതിന്റെ സൂക്ഷിപ്പ് സ്ഥലം പോലും നമുക്കറിയാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ, അതേ മനുഷ്യ നിനക്ക് അന്നം നൽകുന്നവൻ അല്ലാഹു മാത്രമാ, മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു മാത്രമാ, നിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലാഹു മാത്രമാ എന്ന് വിശ്വസിക്കലാണ് കേട്ടോ അല്ലാഹുവിനുള്ള വിശ്വാസത്തിൽ രണ്ടാമത്തെ കാര്യം. ഇനി ഞാൻ പറയട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലോട്ട് കടന്നു വരുമ്പോ അല്ലാഹുവിനുള്ള വിശ്വാസം 4 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 2 പറഞ്ഞത്. ഈ 2 കാര്യത്തിൽ പ്രവാചകന്റെ പ്രബോധനം ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ശ്രദ്ധിക്കണം, അള്ളാഹിന്റെ വുജൂദിയത്ത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിനോട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം അവർ ഓൾറെഡി അത് അംഗീകരിച്ചവരാ, അല്ലാഹ് ഉണ്ട് എന്ന് അംഗീകരിച്ചവരാ. 2, അള്ളാഹിന്റെ റുബൂബിയത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം മക്കയിലുള്ള അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഓൾറെഡി അത് അംഗീകരിച്ചവരാ. നോക്കൂ നിങ്ങൾ, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പൊ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിനെ വിശ്വാസിയാക്കാൻ ചില ആളുകൾ വന്നു എന്നാലും തെറ്റിദ്ധരിക്കണ്ട. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഇൻ സഅൽതഹും
നബിയെ മക്കയിലുണ്ടായിരുന്ന അബൂ ജഹലിനോട് നീ ചോദിച്ചു നോക്കുക, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ചതാരാ? വസഖറ ശംസ വൽ ഖമറ, അതുപോലെ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നതാരാ? അവര് പറയില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വലൈൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാ, ആകാശ ലോകത്തിൽ നിന്ന് പേമാരി പെയ്യിപ്പിക്കുന്നവനാരാ? ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, ഈ നിർജീവമായി കിടക്കുന്ന ഭൂമിയെ മഴ മുഖേന സജീവമാക്കിയവനാരാ? ലയഖൂലുന്നല്ലാഹ്, അതൊക്കെ അല്ലാഹയാണെന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പറയും. ഖുൽമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദി, മഴ മുഖേന ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് സസ്യങ്ങൾ മുളപ്പിച്ച് നൽകിയവൻ ആരാണ്? അമ്മയും മനുഷ്യ, നീ കാണുന്ന കാഴ്ചയും കേൾക്കുന്ന കേൾവിയും നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നതാരാ? പറയും അല്ലാഹുവാണ്. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ നിങ്ങൾക്ക് പുറപ്പെടുവിച്ച് നൽകുന്നവരാരാ? എന്നിട്ടൊരു ചോദ്യം, ഇവിടെയുള്ള ലോകം നിയന്ത്രിക്കുന്നവനാരാ? ഇവിടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാരാ എന്ന് അബൂ ജഹലിനോട് ചോദിച്ചാൽ, ഉത്ബയോട് ശൈബയോട് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിനോട് ചോദിച്ചാൽ നോക്ക്, നിങ്ങൾ അല്ലാഹ് പറയുകയാണ്, അതൊക്കെ അല്ലാഹുവാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിനോട് ലോകം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹയാണെന്നാണ് അവരുടെ മറുപടി. എന്ന് പറഞ്ഞാൽ റുബൂബിയത്തിലുള്ള വിശ്വാസം അവരുടേത് ക്ലിയറാണ് എങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ചില സഹോദരന്മാരോട് ആരെയും കുറ്റപ്പെടുത്താനല്ല സഹോദരന്മാരെ, ചില പൗരോഹിത്യം പറഞ്ഞു കൊടുത്തത് കൊണ്ട്, ചില മുസ്ലിയാക്കന്മാര് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ലോകം നിയന്ത്രിക്കുന്ന ചില ഔലിയാക്കന്മാരാണ്. ചില ആളുകൾ അങ്ങനെയാ വിശ്വസിക്കുന്നത്. ചില മഹത്തുക്കളാണ്. കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന് പറയുന്ന പ്രദേശത്തിലെ 1934 ജനിച്ച് 1996 മരിച്ച 62 വർഷക്കാലം നമ്മളെ പോലെ ഉറങ്ങി എണീറ്റ് മയക്കം ബാധിച്ച് രോഗം ബാധിച്ച് അദ്ദേഹത്തെ കുറിച്ച് ചരിത്രങ്ങൾ പറയുന്നത് എന്താണെന്നോ, അദ്ദേഹം അതാ ബാത്റൂമിൽ വീണ് കാലൊടിഞ്ഞ ആളാണ്. അല്ലാത്ത പ്രയാസം വന്നപ്പോ അദ്ദേഹത്തിനെ സന്ദർശിക്കുന്നത് വരെ നിർത്തിവെച്ചു എന്ന് അവരുടെ തന്നെ AP സമസ്തയിലെ ഉസ്താദുമാർ അവരുടെ ബുക്കിൽ എഴുതി വെക്കുമ്പോ നോക്കൂ നിങ്ങൾ, ഇത് കേവലം ദുർബലനായ ഒരു മനുഷ്യനാണത്രേ ലോകം നിയന്ത്രിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതൊരു ഗൗരവപ്പെട്ട വാദമാണ്. ഇത്രയും കാലമില്ലാത്ത വാദം, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിനേക്കാൾ പിഴച്ച വാദം. ഞാൻ പറയുന്നത് ശരിയല്ലേ? ചിന്തിക്കൂ സഹോദരന്മാരെ. മക്കയിലുള്ള അബൂ ജഹലിനോട് ലോകം നിയന്ത്രിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അവരെ പറയാം അല്ലാഹുവാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ന്യൂനപക്ഷം വരുന്ന ചില സഹോദരങ്ങളോട് ആരാ ലോകം നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന് പറയുന്ന പ്രദേശത്തിലെ സത്രമേത്തിൽ അബൂബക്കറാണെന്ന് മറുപടി പറയുന്ന ഒരു ദുരവസ്ഥ ഇന്ന് കേരള മുസ്ലിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നത് അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. അല്ലേ സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അല്ലാഹുവിന്റെ വജൂദിയത്തിലും അല്ലാഹുവിന്റെ റുബൂബിയത്തിലും ഒക്കെ വിശ്വസിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കും, പിന്നെ എന്തിനാ ബദർ യുദ്ധം ഉണ്ടായത്, പിന്നെ എന്തിനാ ഉഹദ് യുദ്ധം ഉണ്ടായത് എന്നാരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ അവരിതൊക്കെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും സഹോദരന്മാരെ, അള്ളാഹിനെ പോലെ ചില ആളുകളുണ്ടെന്നും വിശ്വസിച്ചിട്ടില്ലെങ്കിലും അവരുടെ മുൻകഴിഞ്ഞു പോയ ചില പ്രവാചകന്മാരെ അവർക്ക് ആരാധനകൾ സമർപ്പിക്കുന്നു. ഉലൂഹിയത്തിലുള്ള വിശ്വാസം അവർക്ക് പിടിച്ചുപോയി. അള്ളാഹിലുള്ള വിശ്വാസത്തിൽ മൂന്നാമത്തെ കാര്യമാണ് സഹോദരന്മാരെ അള്ളാഹിന്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ചെയ്തതെങ്കിൽ, ഈ ലോകത്തെ സൃഷ്ടിച്ചത് അല്ലാഹു ആണെങ്കിൽ, ഈ ലോകത്തെ സംവിധാനിച്ചത് അല്ലാഹു ആണെങ്കിൽ, എനിക്ക് അന്നം തരുന്നത് അല്ലാഹു ആണെങ്കിൽ എന്റെ ആരാധനകൾ ആ അല്ലാഹുവിന്റെ മുമ്പിലേ സമർപ്പിക്കാൻ പാടുള്ളൂ. എന്റെ ഇബാദത്തുകൾ അഖിലവും അല്ലാഹുവിലേക്ക് പോകാൻ പാടുള്ളൂ. ഇതാണ് ഉലൂഹിയത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഇത് മക്കയിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് പഠിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാ ബദർ ഉണ്ടായത്, അതുകൊണ്ടാ ഉഹദ് ഉണ്ടായത്, അതുകൊണ്ടാ ഖന്തഖ് ഉണ്ടായത്, അഹ്സാബ് ഉണ്ടായത്. ചരിത്രങ്ങളിൽ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന യുദ്ധം മുഴുവൻ ഉണ്ടാകുന്ന കാരണം അതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. മഹാനായ ഇമാം മുസ്ലിം തങ്ങൾ സഹീഹിൽ രേഖപ്പെടുത്തുകയാ,
മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് ഹജ്ജുണ്ട്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് തൽബിയത്തുണ്ട്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് അതാ നമ്മളെ പോലെ നോമ്പുണ്ട്, നിസ്കാരമുണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്ന നോമ്പ് പോലെയാണോ? അല്ല. അവരെ അറഫയിൽ പോകുമായിരുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അറഫയാണ്. അതുകൊണ്ടാണ് നബി അങ്ങനെ പറയാൻ കാരണം മക്കയിലുണ്ടായിരുന്ന ബൗദ്ധ വിശ്വാസികൾ അവർക്ക് അറഫയിലേക്ക് പോകാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്കെതിരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഹജ്ജു അറഫ. അങ്ങനെ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അവർക്ക് ഹജ്ജുണ്ട്, അവർക്ക് തൽബിയത്തുണ്ട്, അവർക്ക് തവാഫുണ്ട്. അവർ തവാഫ് ചെയ്യുമ്പോൾ പാടിയിരുന്ന അവരുടെ തൽബിയത്തിൽ കാണാം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അവർ തവാഫ് ചെയ്യുമ്പോൾ പാടിയിരുന്ന ചൊല്ലിയിരുന്ന തൽബിയത്തിൽ കാണാം ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹ് നിന്റെ വിളിക്കുദാനങ്ങൾ ഉത്തരം നൽകി വന്നിരിക്കുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനുള്ള വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ അള്ളാഹു വിശ്വസിക്കാത്തവരാണ് എന്ന് ആരും പറയേണ്ടതില്ല. എന്നിട്ട് അടുത്ത വാചകം എന്താ? ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അള്ളാഹുവിന്റെ വിളിക്കുദാനങ്ങൾ ഉത്തരം നൽകി വന്നിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല. ഇത് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാറുണ്ടായിരുന്നു വൈലകും ഖദ് ഖദ്. അതേ ഇവിടെ നിർത്തിയേക്ക്, മതി. ഇത്ര പറഞ്ഞ സത്യമാണ്, തൗഹീദാണ്, ഇതാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് പ്രവാചകനോട് പറയും. പക്ഷെ അവരെ നിർത്തൂല. അവർ ഒരു വാചകം കൂടി അതിലേക്ക് അങ്ങ് കൂട്ടിച്ചേർക്കും. അതെന്താ? ഇല്ലാ ശരീകൻ, അല്ലാഹുവിന് പങ്കുകാരനുണ്ട്. ഹുവലക, പക്ഷേ അത് നിന്നെ പോലെ വേറെ റബ്ബൊന്നുമല്ല. അത് നിന്റെ ചില മഹാന്മാരാണ്, നിന്റെ സാമീപ്യം ചില മഹത്തുക്കളാണ്. തംലിക്കോ, അവരെ ഉടമപ്പെടുത്തിയത് നീ തന്നെയാണ്. അവര് വല്ലതും ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവൊക്കെ നീ കൊടുത്ത കഴിവാണ്. അവർ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീന്റെ വിശ്വാസം മനസ്സിലായില്ലേ? നോക്കൂ നിങ്ങൾ, ചില പ്രവാചകന്മാരതാ നമ്മളെക്കാൾ അള്ളാഹ്ക്ക് സാമീപ്യം സിദ്ധിച്ച കുറച്ച് ആളുകളുണ്ട്. ഇബ്രാഹിം നബിയെ പോലെ, ഇസ്മായിൽ നബിയെ പോലെ, ലാത്തയെ പോലെ, ഉസ്സയെ പോലെ, മനാത്തയെ പോലെ, ഹുബലിനെ പോലെ അവരാരാധിച്ചിരുന്ന വിഗ്രഹങ്ങളാണ്. പക്ഷെ അതൊക്കെ അള്ളാഹെ പോലെയുള്ള വേറെ ഒരു ദൈവമാണെന്ന് വിശ്വസിക്കില്ല. അതൊക്കെ അള്ളാഹത്തിന്റെ സൃഷ്ടികൾ തന്നെയാണ്. പക്ഷെ അവരൊക്കെ മഹത്തുക്കളാണ്, അവർക്ക് ചില കഴിവുണ്ട്. പക്ഷെ അത് അള്ളാഹ് കൊടുത്ത കഴിവാണ്. വിശ്വാസമില്ല എന്ന് സമസ്തക്കാരായ ചില ആളുകളും വിശ്വസിച്ചു പോരുന്നത്. മുദ്രീങ്ങളെ കുറിച്ച് അവരുടെ വിശ്വാസം അള്ളാഹ് കൊടുത്ത ചില കഴിവുണ്ട്. അമൃതങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അവര് പറയും അള്ളാഹ് കൊടുത്ത ചില കഴിവുണ്ട്. ഇവിടുത്തെ അജ്മീറിലുള്ള ശേഖരെ കുറിച്ച് ചോദിച്ചാൽ പറയും, ബീവിയെ കുറിച്ച് ചോദിച്ചാൽ പറയും. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ചില ഔലിയാക്കള്, അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കൊടുത്ത കഴിവ് അവർക്കുണ്ട് എന്നാ വിശ്വസിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ലല്ലോ സഹോദരന്മാരെ. 10-ാം അധ്യായം സൂറത്തുൽ യൂനുസിലെ 18-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ, 39-ാം അധ്യായം സൂറത്തുൽ സുമറിലെ 3-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ, 26-ാം അധ്യായം സൂറത്തുൽ ശുആറായിന്റെ 70 മുതൽ 74 വരെയുള്ള ആയത്ത് പരിശോധിച്ചാൽ മക്കയിലുണ്ടായിരുന്ന വിശ്വാസം ക്ലിയറാണ്. അവിടുത്തെ മുസ്ലിങ്ങളുടെ അവരുടെ വാദവും ക്ലിയറാണ്. അല്ലാഹ് പറയുന്നു സൂറത്തുൽ സുമറിന്റെ 3-ാമത്തെ ആയത്തിൽ വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അല്ലാഹനെ കൂടാതെ അല്ലാഹു അല്ലാത്ത ചില മഹത്തുക്കളെ ആരാധകന്മാരായി സ്വീകരിച്ച ആളുകൾ, ഇവരൊക്കെ അവര് പറഞ്ഞിരുന്ന വാദം എന്തെന്നറിയോ? ഞങ്ങൾ അവരെ ഒന്നും ആരാധിക്കുന്നില്ല, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. എന്ന് പറയാൻ ഞങ്ങളൊക്കെ സാധുക്കളാണ്, പാപികളാ, രാത്രി പാപം ചെയ്യുന്നവരാ, പകല് പാപം ചെയ്യുന്നവരാ. ഞങ്ങളൊക്കെ നേരിട്ട് അള്ളാഹിനെ വിളിച്ച അള്ളാഹു കേൾക്കൂടല്ലോ. അപ്പൊ അള്ളാഹിനെ സാമീപ്യം സിദ്ധിച്ച അള്ളാഹുവിന്റെ അടുപ്പക്കാരായ ചില മഹത്തുക്കൾ ഇവിടെ ഉണ്ടല്ലോ. അവരെ ഞങ്ങൾ മധ്യവർത്തികളായി ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾ അവരോട് പറയുന്നു. അവർ അത് അള്ളാഹുവിലേക്ക് പറയട്ടെ. വിശ്വാസ മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്. അവരെന്നല്ല ഖുർആനിലുള്ളതാ. നോക്ക് നിങ്ങൾ സൂറത്തുൽ യൂനുസിനെ പരിശോധിക്കുമ്പോ അവര് പറയുന്ന വാദം കൃത്യമാണ്. യാതൊരു ഉപകാരമോ യാതൊരു ഉപദ്രവമോ ചെയ്യാത്ത അല്ലാഹു അല്ലാത്ത സൃഷ്ടികളെ വിളിച്ച് ആരാധിക്കുന്ന ആളുകൾ അവർ ന്യായം പറഞ്ഞിരുന്നത്
ആയത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് അവരൊക്കെ ഞങ്ങൾ അല്ലാഹുവിന്റെ അടുത്തുള്ള ശുപാർശകരാണ് അല്ലാതെ വേറെ തന്നെ അല്ലാഹുവിനെ ഒന്നും ഒരു വിശ്വസിച്ചിട്ടില്ല. ഇതേ വാദമില്ലേ സഹോദരന്മാരെ നമ്മൾ വിശ്വസിക്കുന്നത്? ഇതാരെയും കുറ്റപ്പെടുത്താനോ പ്രയാസപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ പറയുന്നതല്ല, മറിച്ച് ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയാണ് ഈ സമയവും ഈ ഊർജവും ആരോഗ്യവും സമ്പത്തൊക്കെ നമ്മൾ കൊടുക്കുന്നത്. യാതൊരു ഭൗതികമായ നേട്ടങ്ങളും താല്പര്യങ്ങളും നമുക്കില്ല, മറിച്ച് ഈ സന്ദേശം ഈ തൗഹീദിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, മഹാന്മാരായ മുൻഗാമികൾ ചെയ്തതുപോലെ. പേർഷ്യയുടെ സർവ്വസൈന്യാധിപനായിരുന്ന റുസ്തമിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്നപ്പോ റുസ്തം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് റളിയല്ലാഹുവിനോട്. ഇത്ര മനസ്സാന്നിധ്യത്തോടുകൂടി, ഇത്ര ധൈര്യത്തോടുകൂടി, സ്ഥൈര്യത്തോടുകൂടി ഈ കൊട്ടാരത്തിലേക്ക് തന്റെ സൈന്യവുമായി കടന്നു വരാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകമെന്നാൽ മറുപടി പറഞ്ഞത് അടിമയുടെ ഉടമയായ റബ്ബുൽ ആരാധിക്കുന്നതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ഭൗതികമായ താല്പര്യങ്ങളുടെ സങ്കുചിത മനോഭാവങ്ങളിൽ നിന്ന് അറ്റമില്ലാത്ത അനന്തമായ പ്രവിശാലമായ പാരത്രിക ലോകത്തേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടി ഇസ്ലാമല്ലാത്ത മറ്റു മതങ്ങളുടേതായ അക്രമങ്ങൾ കൊണ്ട് ഇവിടെ അവിടെ നിന്ന് ഇസ്ലാമിന്റെ തനിമയായ രീതിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഒരു ബാക്കിപത്രമാണ് ഈ വെമ്പായം ജംഗ്ഷനിൽ നടക്കുന്നത്. വേറെ ഒരു താല്പര്യവും ഇതിന്റെ പിന്നിലില്ല. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഫാമിലികളൊക്കെ കുടുംബങ്ങളൊക്കെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മഹത്തായ ഒരു സമ്മേളനം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഏപ്രിൽ 28 അന്ന് ഈ തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗമായ പുത്തിരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടക്കുമ്പോൾ നിങ്ങളെ എല്ലാവരേക്കും അവിടുത്തെ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ആ സമ്മേളനത്തിന്റെ പ്രചരണ ഉദ്ഘാടനമാണ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം എന്നുകൂടി നിങ്ങൾ സാന്ദർഭികമായി മനസ്സിലാക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നിങ്ങൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്കൊപ്പം പേഴ്ചത് എവിടെയാണ്? അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത് അത് അള്ളാഹു അല്ലാത്ത മറ്റു അടിമകൾക്ക് കൊടുക്കുന്നു. അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ഇബ്രാഹിം നബിക്ക്, ഇസ്മായിൽ നബിക്ക്, ലാത്തക്ക്, ഉസ്സക്ക്, മനാത്തക്ക് അവർ കൊടുത്തു എന്നുള്ളതാണ് അവർക്ക് പറ്റിയ പ്രശ്നം. അല്ലെങ്കിൽ എന്താ പ്രശ്നമാണ്? ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഇസ്രായേൽ 2 അന്ന് ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിൽ ഒറ്റ വയറുമായി മഹാന്മാരായ ബദരീങ്ങൾ ബദർ യുദ്ധം ചെയ്തത് എന്തിനാ? ഈ തൗഹീദ് സ്ഥാപിക്കാനാണ്. എന്നാൽ സഹോദരന്മാരെ, ചില ആളുകൾ നോക്കും, നിങ്ങൾ റമദാൻ 17 ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. റമദാൻ 17 വന്ന് കഴിഞ്ഞാൽ ബദരീങ്ങളുടെ പേര് പറഞ്ഞ് അവരുടെ ബറക്കത്തിന്റെ പേര് പറഞ്ഞ് വീടുകളിൽ നിന്ന് പച്ചരിയും ചപ്പാത്തിയും റൊട്ടിയും പായസവും എല്ലാം ഉണ്ടാക്കി ബീഫ് കറിയും ചിക്കൻ കറിയും കൂട്ടിക്കൊഴിച്ച് ബദരീങ്ങളുടെ ബർക്കത്താണ് ആരുടെ കൊടുക്കുക. സഹോദരന്മാരെ, ഇതൊക്കെ എന്ത് ദീനാണ്? ദീനിന് അടിസ്ഥാനമാണോ? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പവർ അതെന്താണെന്ന് വെച്ചാൽ അതിന്റെ പ്രമാണമാണ്. ഇതിനൊക്കെ എന്ത് പ്രമാണമാണുള്ളത്? ആരെങ്കിലും ദീൻ പഠിപ്പിച്ചത്? മഹാന്മാരായ സഹാബികൾ യുദ്ധം ചെയ്തത് ഇസ്ലാമിന്റെ തൗഹീദ് സ്ഥാപിക്കാനാണ്. ഈ പ്രമാണത്തിൽ അത് കൃത്യമായി പഠിപ്പിച്ചതല്ലേ? ഖുർആനിലതില്ലേ? സുന്നത്തിലില്ലേ? ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്? ദീനിന്റെ പേരിൽ പ്രതിഫലം ആഗ്രഹിച്ച് എണ്ണം നിശ്ചയിച്ച് നാം ചെയ്യുന്ന ഏതാമലുകൾക്കും പ്രമാണത്തിൽ സ്ഥിരത വേണം, പ്രമാണം വേണം, ദീനാവുകയുള്ളൂ. അല്ലാതെ ദീനിന്റെ പേര് പറഞ്ഞ് ആര് ഏത് വലിയ ഹോജ എത്ര വലിയ ഉസ്താദ് ആയിക്കൊള്ളട്ടെ പറഞ്ഞാൽ ചോദിക്കണം, ഇവിടെ പ്രമാണം എന്ത് കാര്യം ഉസ്താദ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇതിന്റെ ഖുർആനുണ്ടോ, ഇതിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, എന്റെ സഹാബികൾ ചെയ്തിട്ടുണ്ടോ? അവരാണ് നമ്മുടെ സലഫികൾ. അവർ ചെയ്തതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അദ്ദേഹം ദീനാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അന്ന് ദീനല്ലാത്ത ഒരു കാര്യവും ഇന്ന് ദീനാവൂല. അവരൊക്കെ സ്വർഗത്തിലാണെന്ന് ഉറപ്പുള്ളവരല്ലേ? മഹാന്മാരായ അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബും ഇങ്ങനെ തുടങ്ങി മഹാന്മാരായ സഹാബികൾ അവരൊക്കെ സ്വർഗത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നബിയോട് ചോദിച്ചില്ലേ, ഈ ഉഹദ് യുദ്ധത്തിൽ ഞാൻ മരിച്ചാൽ എനിക്ക് എന്താ ഉള്ളത്? സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ അതിലേക്ക് എടുത്തു ചാടി മരണം വരിച്ച് ഷഹീദായി അല്ലാഹുവിന്റെ ലോകത്തേക്ക് യാത്രയായ മഹാനായ അനസ് ഇബ്നു നദർ സ്വർഗത്തിലല്ല എന്ന് ആർക്കെങ്കിലും അറിയുണ്ടോ? മഹാനായ ഹാരിസ റളിയല്ലാഹു അൻഹു
ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നില്ല. ഉമ്മു ഹാരിത ചോദിച്ചു, എന്റെ മകൻ എവിടെ? സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ മറുപടി പറഞ്ഞപ്പോ രസമല്ല, സ്വർഗത്തിലല്ല എന്ന് ആർക്കെയും വാദമുണ്ടോ? ഇവരൊക്കെ പോയ സ്വർഗത്തിൽ. ഇന്ന് നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന ഹദ്ദാനുണ്ടോ? ഇന്ന് ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാലമൗലിദുകളുണ്ടോ? ചിന്തിക്കണ്ടേ. അപ്പൊ നിങ്ങൾ മാലമൗലിദ് എന്ന് പറയുന്ന നാടുകളിലൊക്കെ വളരെ സജീവമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ സഹോദരന്മാരെ ദീനിലുള്ളതാണോ? ഉദാഹരണത്തിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ബന മറിയം. മറിയമിന്റെ മകൻ ഈസായെ ക്രിസ്ത്യാനികൾ അമിതമായി പുകഴ്ത്തിയാൽ അവിടുത്തെ ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും വാദിച്ചതുപോലെ എന്നെ നിങ്ങൾ അമിതമായി പുകഴ്ത്താൻ പാടില്ല. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് അള്ളാന്റെ അടിമ, അള്ളാന്റെ ദൂതൻ, ഇതിനെ കുറിച്ച് നിങ്ങൾ പറയാൻ പാടുള്ളൂ. ആരാ പറഞ്ഞത്? പ്രവാചകൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടതുപോലെ ചില ആളുകൾ മാലമൗലിദ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ന് പാടുകയാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം 4 കാര്യങ്ങൾ, അതിൽ 3 ഞാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ വജൂദിയത്തിലുള്ള വിശ്വാസം, അല്ലാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം. 2 അല്ലാഹുവിന്റെ റുബൂബിയത്തിലുള്ള, അഥവാ എന്നെ സൃഷ്ടിച്ചത്, എന്നെ പരിപാലിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, അന്നം തരുന്നത് ഇത് അല്ലാഹു മാത്രമാണ്. 3ാമത്തത് ഇതൊക്കെ അല്ലാഹു ആണെങ്കിൽ എന്റെ ആരാധനകൾ മുഴുവനും അല്ലാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന അല്ലാഹുവിന്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം. 4ാമത്തതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന് കുറെ നാമങ്ങളുണ്ട്, കുറെ വിശേഷണങ്ങളുണ്ട്, അത് അല്ലാഹുവിൻ്റെത് മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ വദറു الذين يلحدون في അസ്മാഇ. ഇസ്ലാമിൽ നിന്ന് പഠിച്ചുപോയ കുറെ കർഷികൾ പിഴക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അള്ളാഹുവിന്റെ അസ്മാഇനെ കുറിച്ച് കൃത്യമായി പഠിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിനുള്ള വിശേഷണത്തെ കുറിച്ച് കൃത്യമായി പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അത് കൃത്യമായി പഠിക്കുക. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, മൻ അറഫല്ലാഹ ബിഅസ്മാഇഹി വസിഫാതിഹി അഹബ്ബഹു ലാ മഹാല. അള്ളാഹിനെ കുറിച്ച് ഒരാൾ കൃത്യമായി അവന്റെ പേരുകൾ, അവന്റെ വിശേഷണങ്ങൾ പഠിച്ചാൽ തീർച്ചയായും അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹിനെ കുറിച്ചുള്ള ഈ വിശ്വാസങ്ങളൊക്കെ ഒന്നുകൂടി ഡീപ്പായി ആഴത്തിൽ എല്ലാവരും പഠിക്കണം. ഞാൻ അതിന്റെ ചില ആമുഖങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് നൽകിയത്. ഇൻഷാ അല്ലാഹ് അടുത്തതായി സംസാരിക്കാൻ വേണ്ടി ബഹുമാന്യനായ സഈദ് ബാഖർ ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.